രാഷ്ട്രീയ ഡോക്ടർ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം. കൽക്കി 2898 AD. നാഗശ്വിൻ എന്ന് പറയുന്ന ഡയറക്ടർ മുമ്പ് അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമയാണിത്. അല്ലെങ്കിൽ മഹാനടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമ. നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുള്ള സിനിമയാണ്. 100 കോടിയോളം ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തിട്ടുള്ള സിനിമയാണ് മഹാനടി എന്ന് പറഞ്ഞാൽ. ദുൽഖറും കീർത്തി സുരേഷും നായകനും നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമ. അതിനുശേഷം നമുക്ക് പ്രൊഡ്യൂസറിനെ കുറിച്ച് പറയുമ്പോൾ വൈജയന്തി മൂവീസ്, നല്ല നല്ല സിനിമകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈജയന്തി മൂവീസ്. അതുപോലെ അതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരുമ്പം സന്തോഷ് നാരായൺ, നമ്മുടെ മലയാളത്തിലും അദ്ദേഹം അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന ഒരു സിനിമയുടെ മ്യൂസിക് അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. മറ്റ് സിനിമകളുണ്ടായിരിക്കും, പക്ഷേ എനിക്ക് അറിയാവുന്ന അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ചാണ്. അതുപോലെ അതിൻ്റെ ഒരു എഡിറ്റർ എന്ന് പറയുന്നത് കൊട്ടഗിരി വെങ്കടേശ്വര റാവു എന്ന് പറയുന്ന ആളാണ്. പക്ഷേ ഇതിൻ്റെ ക്യാമറ വർക്ക് എടുത്തു പറയണം. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ സ്ക്രീനിൽ ഈ ഒരു നീളത്തിൽ, ഈ ദൈർഘ്യമുള്ള വളരെ നീളത്തിലുള്ള ഈ ഒരു പേര് പെട്ടെന്ന് ഓർത്തിരിക്കത്തില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അദ്ദേഹമാണ് എൻ്റെ ക്യാമറ. അതുപോലെ എൻ്റെ ആർട്ട് ഡയറക്ഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് അവരൊരു ടീമാണ്. അതുപോലെ എൻ്റെ സ്റ്റണ്ട്, അതായത് എൻ്റെ ഫൈറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്ന ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നതും അതും ഒരു ടീമാണ്. അതിനകത്ത് നമ്മുടെ പീറ്റർ ഹെയ്നെ പോലുള്ള ഫൈറ്റ് മാസ്റ്റർമാരും ആ ടീമിലുണ്ട്. അപ്പം നമ്മൾ ആ ടീമിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ നായിക നായന്മാരെ കുറിച്ചൊക്കെ നമുക്ക് പറയുമ്പോൾ പ്രഭാസ് ആയാലും കമൽഹാസൻ ആയാലും അതുപോലെ അമിതാഭ് ബച്ചൻ ആയാലും ദീപിക പതുക്കോൺ ആയാലും ദിഷയാണെങ്കിലും അങ്ങനെ ഒരുപാട് ആൾക്കാർ. പിന്നെ ഇതിനകത്ത് ഇപ്പം ഈ സിനിമയിലേക്ക് തന്നെ നമ്മൾ വരുമ്പോഴത്തേക്ക്, അതായത് മഹാഭാരതത്തിൽ തുടങ്ങി 2898 വന്ന് നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് ആ ഒരു കാലഘട്ടത്തിലേക്ക്, അതായത് ശ്രീകൃഷ്ണന്റെ ശാപത്തോടുകൂടി അശ്വത്ഥമാവിന് ഉണ്ടാകുന്ന ഇതും, അശ്വത്ഥമാവ് എന്ന് പറയുന്ന ചിരഞ്ജീവി ഒരു 2898 കാലഘട്ടത്തിൽ, അതായത് ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. 2898 അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ പുതിയ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ആ കാലഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അമിതാഭ് ബച്ചനെ കുറിച്ച് എനിക്ക് തോന്നുന്നു പ്രഭാസിൻ്റെ ഇപ്പോൾ ബാഹുബലിക്കൊക്കെ ശേഷം അദ്ദേഹത്തിന് ഒരു വലിയ വിജയം ഉണ്ടാക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല. ഒരു പരിധി വരെയെങ്കിലും സലാർ എന്ന് പറയുന്ന സിനിമയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അതും സലാറിന് അതൊരു പൂർണ്ണ തൃപ്തി നമുക്കൊരു ബാഹുബലി പോലൊന്നും ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്ന ഒരു പ്രഭാസിൻ്റെ ഒരു സിനിമയായിട്ട് മാത്രം നമുക്കിതിനെ കാണാൻ പറ്റത്തില്ല. അമിതാഭ് ബച്ചൻ, അതിനൊക്കെ ഉപരി കമൽഹാസനെ പോലുള്ള, ശരിക്കും അദ്ദേഹത്തിനെ നമ്മൾ ഉലക നായകൻ എന്നൊക്കെ വിളിക്കുന്ന എന്താണെന്നുള്ളത് നമുക്ക് ഈ സിനിമ കാണുമ്പോഴത്തേക്ക് അറിയാം. കാര്യം അത്രയും ഗംഭീരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. അങ്ങനെയുള്ള ഓരോരുത്തരുടെയും. പിന്നെ ഇതിനകത്ത് സർപ്രൈസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സർപ്രൈസ് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സർപ്രൈസുകളൊക്കെ നമ്മൾ സിനിമ കണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതുപോലെ നമ്മൾ ഇതിൻ്റെ ഒരു വിഷ്വൽ, അതായത് ഒരു VFXനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിമനോഹരമായിട്ടാണ് ഈ സിനിമയുടെ ഒരു VFX അവർ ഒരുക്കിയിരിക്കുന്നത്. എങ്ങനെ പോയാലും ശരി, ഏത് രീതിയിലെടുത്താലും ശരി, അതായത് ഒരു ലോക നിലവാരത്തിൽ നിൽക്കുന്ന രീതിയിൽ അതേ ഒരു ക്വാളിറ്റിയോടുകൂടിയാണ് നാഗശ്വിൻ ഈ സിനിമ. സത്യത്തിൽ ഇത്തരത്തിലുള്ളൊരു സിനിമയൊക്കെ നാഗശ്വിനിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ ഇത്തരത്തിലുള്ളൊരു സിനിമ ഒരുക്കാനായിട്ട് ഒരുപക്ഷെ രാജമൗലിയുടെ പേരായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനൊക്കെ ഒരു പടി മേളിൽ നിൽക്കുന്ന രീതിയിലാണ് ഈ സിനിമ നാഗശ്വിൻ എന്ന് പറയുന്ന 2 സിനിമകൾ മാത്രം മുൻപേ ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ വേഫെയർ ഫിലിംസിനെ സംബന്ധിച്ചിടത്തോളം അറിയാം. കാര്യം ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അദ്ദേഹം കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന ഏറ്റവും വലിയ ഒരു അന്യഭാഷാ ചിത്രമായിരിക്കും കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമ. അങ്ങനെ ഒരു ദുൽഖർ തന്നെ ഏറ്റവും, അതായത് കിട്ടാവുന്ന മാക്സിമം രീതിയിലുള്ള പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ദുൽഖർ ഈ സിനിമയ്ക്ക് തന്നെ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യവും നമുക്കറിയാം. ഈ സിനിമ ഇപ്പം ഏറ്റവും കൂടുതൽ സ്ക്രീനുകളിൽ അത് ഈ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രദർശനവും തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും വളരെയേറെ നല്ല രീതിയിലുള്ള പ്രതികരണം കിട്ടത്തക്ക രീതിയിലുള്ള വളരെ ഗംഭീരമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഞാൻ വീണ്ടും പറയുന്ന കണക്ക് ഇതിനകത്ത് സർപ്രൈസുകളും ഇപ്പം ഈ സിനിമയും ഇതിൻ്റെ കാര്യങ്ങളും ഒക്കെ ഈ ഒരാളിൽ നിന്ന് കേട്ടിട്ട് നമ്മൾ പോയി കാണുന്നതല്ല. കാര്യം ഒരാൾ ഈ ഇത്തരത്തിലുള്ള ഒരു സങ്കീർണമായിട്ടുള്ള രീതിയിൽ, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്കറിയാം ശ്രീകൃഷ്ണനൊക്കെ ഇനി മരിച്ചിട്ട് ഇനി ഒരു 2000 കൊല്ലം കൂടെ കഴിയുമ്പോഴാണ് ശ്രീകൃഷ്ണൻ പുനർജനിക്കും എന്നുള്ളൊരു വിശ്വാസമുള്ളത്. 6000 കൊല്ലം കഴിയുമ്പോഴാണ് ശ്രീകൃഷ്ണൻ പുനർജനിക്കും എന്നുള്ളൊരു വിശ്വാസമുള്ളത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഈ സിനിമയുടെ കഥ മറ്റൊരാളിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എത്രമാത്രം ഉൾക്കൊള്ളാം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സിനിമ നമുക്ക് ഏത് രീതിയിലാണെങ്കിലും ഇഷ്ടപ്പെടണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണണം. തീർച്ചയായിട്ടും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു സിനിമ വളരെയേറെ സന്തോഷം തരുന്ന, അല്ലെങ്കിൽ അതിഗംഭീരം എന്ന് എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും തൃപ്തി തന്നിട്ടുള്ള ഒരു സിനിമയാണ് ഈ കൽക്കി 2898 AD എന്ന് പറയുന്നത്.
അത് കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു അന്യഭാഷാ സിനിമ കേരളത്തിൽ വിജയിച്ചതിൻ്റെ രീതിയിൽ ഏറ്റവും വലിയൊരു വിജയമായിരിക്കും കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡ് തന്നെ ഈ സിനിമ. അതൊക്കെയും പ്രഭാസ് എന്ന് പറയുന്ന നായകൻ, അല്ലെങ്കിൽ നമുക്കറിയാം ഏതാണ്ട് അതേ പ്രാധാന്യത്തിൽ നിൽക്കുന്ന അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടർ, അതുപോലെ കമൽഹാസൻ, ഞാൻ വീണ്ടും പറയുന്ന കണക്ക് കമൽഹാസൻ്റെ റോള്, അങ്ങനെ എല്ലാവരെയും നമുക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ടതുണ്ട്. എല്ലാവരും വളരെ മനോഹരമായിട്ടാണ് ഈ സിനിമയ്ക്ക് അത് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ എന്തായാലും ഒരു വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു.